എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ വില്ലൻ അവൻ ഹീറോയെ അടിച്ചു തെറിപ്പിച്ച് നേരെ ഓടി വന്ന് ഇപ്പൊ ഹൗണ്ടയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. ഹൗണ്ട അവൻ അങ്ങനെ പൊക്കിയെടുത്ത് ഇപ്പൊ സ്മെല് ചെയ്യാൻ തുടങ്ങും. ഹൗണ്ട ചോദിക്കും, നിനക്കെന്താ ഇവിടെ കാര്യം? അതിന് വില്ലൻ പറയും, ഒന്നുമില്ല, ക്യാഷ്വലായിട്ട് ഞാൻ ഇതുവഴി പോയതാണ്. അപ്പൊ ഹൗണ്ട ആള് സ്മെല് ചെയ്തിട്ട് പറയും, US സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് കൂടെ ഇവിടെ ഉണ്ട്, എനിക്ക് അവന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്, അവൻ എവിടെ? അപ്പൊ കറക്റ്റ് ടൈമില് നമ്മുടെ ഇസുക്ക് പയ്യൻ അവൻ അവിടേക്ക് ഓടിയെത്തും. വില്ലനാണെങ്കില് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം തനിക്കൊപ്പം ആ ചെറിയ പെൺകുട്ടിയെ കൂടെ അറസ്റ്റ് ചെയ്യും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് കരുതി ആ വില്ലൻ പറയും, ഞാൻ ആക്ച്വലി ഈ ചെറിയ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് വരികയായിരുന്നു. ആ സമയത്താണ് നിങ്ങളുടെ സ്കൂളിലെ സ്റ്റുഡന്റ് ഈ പയ്യൻ അവൻ എന്നെ കറക്റ്റായിട്ട് അടിച്ച് കീഴ്പ്പെടുത്തി ഇവളെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഒരുപാട് നാളായി ഇവളെ കടത്തിക്കൊണ്ടുവന്ന് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലവട്ടം ഞാനിവളെ വിനിയോഗിച്ചു. ഞാനിവളെ ഒരടിമയെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു മിഷന് വേണ്ടി ഒരുപാട് നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ വൃത്തികെട്ട ചെക്കൻ ഞങ്ങളെ കണ്ടുപിടിച്ച് ഇവളെ രക്ഷിച്ചത്. നമ്മുടെ വില്ലത്തി പെണ്ണിന് അവക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ജയിന്റ് അവൻ കള്ളം പറയാണെന്ന്. അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അവളിപ്പോ അവനെ നോക്കി പൊട്ടിക്കരയാൻ തുടങ്ങും. അവക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിസ്സഹായായി അങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഇസുക്ക് പയ്യൻ പറയും, ആക്ച്വലി ഞാനും ഇവനും ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് മറ്റൊന്നിനുമല്ല. ഇവന് US സ്കൂളിലെ പ്രോഗ്രാമിന് സ്റ്റേജിൽ കയറി മിമിക്രി കാണിക്കണമെന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും ഫൈറ്റ് ഇട്ടത്. അത് കേട്ട് ആ വില്ലത്തിയും വില്ലനും അവർ രണ്ടുപേരും ഷോക്കാവും. സെക്യൂരിറ്റീസ് അവരെ തൂക്കിയെടുത്ത് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ ജെന്റിൽ ക്രിമിനൽ അവൻ വിളിച്ചു പറയും, ഞാനും നിന്നെ പോലെ ഒരു സൂപ്പർ ഹീറോ ആവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത്. കട്ട് ചെയ്ത എക്ടോപ്ലാസം അവൻ ഹീറോയോട് പറയും, 10 മണിക്കാണ് നിങ്ങളുടെ പ്രോഗ്രാം, സമയം 9:30 കഴിഞ്ഞു, ഉറപ്പായിട്ടും നിനക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുമോ? അത് കേട്ട് ഹീറോ ടെൻഷനാവും. അവനുടനെ അവൻ വാങ്ങിയ റോപ്പും ബാഗും എടുത്ത് ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്ത ഗ്രീൻ റൂമില് ഇപ്പൊ ഭയങ്കര ഡിസ്കഷൻ. ടൊഗോട്ടോയും ഐസമ മാസ്റ്ററും അവർ രണ്ടുപേരും എല്ലാ സ്റ്റുഡൻസിനോടും നമ്മുടെ ഹീറോ പോയ റൂട്ടും എന്തിനാണ് പോയതെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചോദിച്ചു മനസ്സിലാക്കും. ഹീറോ ഉഷാറായിട്ട് ഓടി ഇപ്പൊ ഒരു വിധത്തില് കറക്റ്റ് പ്രോഗ്രാം സ്ഥലത്തെത്തും. പ്രിൻസസ് ആണെങ്കിൽ അവൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് അതെടുത്ത് ഓടി അവന്റെ അടുത്തേക്ക് വരും. പ്രിൻസസ് പറയും, ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് ഈ ഡ്രസ് ഇട്ട് റെഡിയാവ്. അപ്പൊ എക്ടോപ്ലാസം ആൾ ഇസക്കിനോട് പറയും, നിന്റെ മുഖത്ത് പരുക്ക് പറ്റിയിട്ടുണ്ട്, കുറച്ച് ബ്ലഡും ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി നീ പ്രോഗ്രാമിന് കയറിയാൽ മതി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ചിരിക്കുട്ടനെ കാണിക്കും. ആളാണെങ്കില് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ എറിക്കിന്റെ അടുത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നാലും ഇസുക്ക് പയ്യൻ അവൻ ഇത്ര നേരമായിട്ടും തിരികെ എത്തിയില്ല. അവൻ എവിടെ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുട്ടൻ ആള് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് കേട്ട ചിന്നപ്പെണ്ണ് അവള് ചോദിക്കും, അപ്പൊ ഇസുക്ക് പയ്യൻ അവൻ ഡാൻസ് കളിക്കില്ലേ? ഉടനെ ചിരിക്കുട്ടൻ പറയും, ഇല്ല, അവൻ ഉറപ്പായിട്ടും എത്തും, തീർച്ചയായിട്ടും അവൻ ഡാൻസ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ സ്റ്റേജ് കാണിക്കും. ഒരുപാട് ആൾക്കാര് അവരുടെ പെർഫോമൻസ് കാണാൻ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ലൈറ്റ്സ് ഓഫ് ആവും. സ്റ്റേജില് ഒരു ഫോക്കസ് ലൈറ്റ് മാത്രം ഇപ്പൊ ഓൺ ആവും. അതിന്റെ ഒത്ത നടുക്ക് നമ്മുടെ ചിറോ പെണ്ണ്. പിന്നെ പതിയെ സ്റ്റേജിലുള്ള ഓരോ ലൈറ്റ്സും ഓപ്പൺ ആവും. അപ്പൊ എല്ലാവരുടെയും കൂടെ നമ്മുടെ ചെക്കൻ അവനങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആവേശമാവും. ലൈറ്റ്സ് ഓൺ ആവും, സൗണ്ട് റൈസപ്പ് ആവും, ഡാൻസ് അതാരംഭിക്കാൻ തുടങ്ങും. അപ്പൊ കാണികൾക്ക് ഏറ്റവും പുറകിലായിട്ട് മൈക്കും ഐസമ മാസ്റ്ററും അവർ രണ്ടുപേരും കണ്ണിമ വെട്ടാതെ നമ്മുടെ ആൾക്കാരുടെ പെർഫോമൻസ് അത് നോക്കി നിൽക്കും. നമ്മുടെ ചപ്രത്തലയൻ അവൻ വമ്പം പവർഫുൾ ആയിട്ട് ഇപ്പൊ ഡ്രംസ് കൊട്ടും. ആ താളത്തിനൊത്ത് ജിറോ പെണ്ണ് അവൾ ഗിറ്റാർ വായിച്ച് പാടാൻ തുടങ്ങും. പാട്ടിനും താളത്തിനും ഒത്ത് നമ്മുടെ ആൾക്കാര് അവര് മദ്യം മറന്ന് ഈ പാടാൻ തുടങ്ങും. ഇസുക്കാണെങ്കില് റോപ്പ് വെച്ച് നമ്മുടെ പ്രിൻസസിനെ അവൻ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് ഡാൻസും പാട്ടും അത് കൊഴുപ്പിച്ച് കൊണ്ടുവരും. അവർ പുതുതായിട്ട് ഇന്നോവേറ്റീവായിട്ട് പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ തുടങ്ങും. അവരുടെ ഓരോ ആക്ഷൻസിനും ഓരോ സ്റ്റെപ്പിനും കയ്യടി വീണുകൊണ്ടേയിരിക്കും. സ്റ്റേജിലേക്ക് സ്നോഫോൾസ്, റിബൺ ഫോൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് അവർ കൊണ്ടുവരും. എക്കോയും അങ്ങനെ എല്ലാം കൊണ്ടും അത് ശരിക്കും ഒരു ദൃശ്യ വിരുന്ന് തന്നെയായിരിക്കും. അപ്പൊ ജിറോ അവൾ പാട്ട് പാടി ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ആക്ച്വലി ജിറോയുടെ പാരന്റ്സ് അവർ രണ്ടുപേരും മ്യൂസീഷ്യൻസ് ആണ്. മാത്രമല്ല സോഫ്റ്റ് ഹാർട്ട് പേഴ്സൺസ് ആണ്. ചെറുപ്പം മുതലേ ജിറോയ്ക്ക് എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവർ വാങ്ങിച്ചു കൊടുത്ത് മ്യൂസിക് പക്കായിട്ട് അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ജിറോയുടെ ഏറ്റവും വലിയ ആഗ്രഹം
വലിയൊരു സൂപ്പർ ഹീറോ ആവുക എന്നതായിരുന്നു. ഒരുപാട് വിഷമത്തില് അവളുടെ ആഗ്രഹം അതവള് അമ്മയോട് തുറന്നു പറയും. അമ്മ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് അവൾക്ക് കട്ട സപ്പോർട്ട് ചെയ്ത് ഒരു സൂപ്പർ ഹീറോ ആയി മാറാനായിട്ട് അവളെ US സ്കൂളിലേക്ക് അയക്കും. പക്ഷെ അവളുടെ ഏറ്റവും വലിയ സങ്കടം അവളുടെ പാരന്റ്സ് അവൾക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് മുൻപിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലോ ഒന്ന് വായിക്കാനോ പ്രദർശിപ്പിക്കാനോ അവൾക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെ ഓർത്ത് ജിറോ അവൾ അടിച്ചു പൊളിയായിട്ട് ഇപ്പൊ പാട്ടുപാടും. സ്റ്റേജൊക്കെ ഇളകി മറിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവള് കൈ ഉയർത്തി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അത് കണ്ട് ചുന്ദരക്കുട്ടൻ അവൻ ഡബിൾ ഹാപ്പി ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അടുത്തതായിട്ട് ക്ലാസ് പിയുടെ പെർഫോമൻസ് ആണ്. അത് റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ ഒരു ഡ്രാമയാണ്. അവിടെ ഡ്രാമ അവർ വമ്പൻ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ് അങ്ങനെ കത്തിക്കയറും. കട്ട് ചെയ്താ ഇവിടെ ഗ്രീൻ റൂമില് അവിടെ ഇസുക്ക് പയ്യന്റെ ചുറ്റും ഇപ്പൊ ഒരുപാട് പേര് കൂടി നിന്ന് അവരെ ചീത്ത വിളിക്കുകയാണ്. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണോ? പുറത്തു പോകുമ്പോ നിനക്ക് അറ്റ്ലീസ്റ്റ് ആ ഫോണൊന്ന് എടുത്തൂടെ? ഞങ്ങൾ എത്ര തവണ വിളിച്ചു, ഞങ്ങൾ എത്രത്തോളം ടെൻഷനായി എന്നെന്തെങ്കിലും നിനക്കറിയോ? പാവം നമ്മുടെ ഹീറോ അതൊക്കെ കേട്ട് തലകുനിച്ച് അങ്ങനെ നിൽക്കും. ഹൗണ്ട ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിയെന്ന് കരുതി നീ വലിയ ആളായിപ്പോയോ? നീ ഇപ്പോഴും US സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ്. ഒരിക്കലും അതിനി മറക്കാൻ പാടില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് തെറിയും അടിയിടിയും ഉപദേശമൊക്കെ കിട്ടി ഹീറോ അവനിപ്പോ സ്റ്റേജിലേക്ക് വരും. അവിടെയാണെങ്കിൽ സ്റ്റുഡൻസ് എല്ലാവരും ചേർന്ന് ഐസും തോരണങ്ങളും ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പ ചിന്നപ്പെണ്ണ് അവള് പറയും, വാവ് നിന്റെ ഡാൻസ് അത് ശരിക്കും അടിപൊളിയായിരുന്നു. ആദ്യത്തെ മ്യൂസിക് അത് കേട്ടപ്പോ ഞാൻ കുറച്ചൊന്ന് പേടിച്ചു. പിന്നെ ആ ചേച്ചി അവര് പാടാൻ തുടങ്ങിയപ്പോ എനിക്ക് എന്താണെന്നറിയില്ല ഇതുവരെ കിട്ടാത്ത ഒരു സന്തോഷം ഉണ്ടായി. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ആനന്ദ കണ്ണീര് വരും. മിനട്ടോ ആണെങ്കിൽ ഭയങ്കര ക്ലീനിങ്. മിനട്ടോ ഹീറോയോട് പറയും, നീ കരഞ്ഞത് മതി, കുറച്ചു നേരം എന്തെങ്കിലും പണിയെടുക്ക്, ഐസൊക്കെ വാരി ഒരു മൂലക്കിടുന്ന് പറയും. അപ്പൊ സീനിയേഴ്സ് അവരവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഷെയ്ക്കാനൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഡാൻസ് അത് ശരിക്കും സൂപ്പറായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും വെച്ച് ഏറ്റവും നല്ല പെർഫോമൻസ് അത് നിങ്ങളുടേതായിരുന്നു. അത് കേട്ട് വീണ്ടും നമ്മുടെ ആൾക്കാർ ഡബിൾ ഹാപ്പി ആവും. പക്ഷെ മിനട്ടയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ തീ പോലെ പണിയെടുക്കുകയാണ്. അപ്പോഴായിരിക്കും ബാക്കിയുള്ളവർക്ക് പിടികിട്ടുക അടുത്ത പെർഫോമൻസ് അത് ഫാഷൻ ഷോയാണ്. സോ നമ്മുടെ ആള് സ്റ്റേജ് ക്ലീൻ ചെയ്ത് ഫ്രണ്ട് റോയിൽ ഇരിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഫാഷൻ ഷോ അത് ആരംഭിക്കും. ആദ്യം കെൽട്ടോ വരും. അവള് കൈയൊക്കെ ചുരുട്ടി വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് അങ്ങനെ പോവും. അതിനുശേഷം മറ്റൊരു ചുന്ദരി, അടുത്തതായിട്ട് അന്നനടയുമായിട്ട് എപ്പോഴും ജയിക്കുന്ന ആ ചുന്ദരി പെണ്ണ്. അവൾ ഒരു ഡസൻ കിസ്സൊക്കെ വാരി എറിഞ്ഞ് അങ്ങനെ സ്റ്റൈലായിട്ട് തിരികെ പോവും. അതിനുശേഷം നെജിറെ അവളുടെ വയലറ്റ് മുടി അതങ്ങനെ വീശി ഒലച്ച് സ്റ്റൈലായിട്ട് നടന്നു വരും. അവളാണെങ്കിൽ ഇപ്പൊ പറന്നും ചിത്രം വരച്ചൊക്കെ നമ്മുടെ ആൾക്കാരെ വിസ്മയിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ചുന്ദരിമാരില് ഏറ്റവും ചുന്ദരി ആരാണ് എന്ന് തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ആണ്. എല്ലാവരും ഉഷാറായിട്ട് ഇപ്പൊ വോട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നീട് ഓരോരുത്തരും യൂത്ത് ഫെസ്റ്റിവലിൽ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു അത് കാണിക്കാൻ തുടങ്ങും. അവസാനം US സ്കൂളിലെ സുന്ദരി അത് മറ്റാരുമല്ല, ഫ്ലൈ ചെയ്ത നമ്മുടെ നെജിറെ. അവളുടെ പേര് ഇപ്പൊ ഉച്ചത്തിൽ അനൗൺസ് ചെയ്യും. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ആരവം മുഴക്കി തുള്ളിച്ചാടും. കട്ട് ചെയ്ത ഹീറോ ഇപ്പൊ ആ കുഞ്ഞിപ്പെണ്ണിനെ അവളെയും കൊണ്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് പോവും. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും, ഉറപ്പായിട്ടും നിന്നെ ഞാൻ വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ സന്തോഷിപ്പിച്ച് അങ്ങനെ ഹായ് ആയിട്ട് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ വില്ലനും കുഞ്ഞു വില്ലത്തെയും അവർ ഇത്രയും നാള് ഹാക്ക് ചെയ്തതുമായ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസും ഇപ്പൊ പോലീസുകാര് അവർ കറക്റ്റായിട്ട് ഇപ്പൊ സിസ്റ്റത്തിൽ വെച്ച് കണ്ടുപിടിക്കും. ഉടനെ ആ കുരങ്ങ് പോലീസ് അവൻ ആ വില്ലനോട് ചോദിക്കും, ഇത്രയും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങള് ക്രൈംസ് ഒക്കെ നീ ചെയ്തു, ആ പെൺകുട്ടിക്കും ഇതിൽ കണക്ഷൻ ഉണ്ട്. അതിനവൻ പറയും, ദയവ് ചെയ്ത് അവളെ ഉപദ്രവിക്കരുത്, അവൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ യാതൊരു കണക്ഷനും ഇല്ല. പോലീസ് പറയും, ഇവിടെ വെച്ച് ഈ നിമിഷം നിന്റെ ആക്ടിവിറ്റി അത് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യണം, നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അത് കേട്ടവൻ ഒരുപാട് വിഷമത്തില് പൊട്ടിക്കരയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.